How are you doing? अच्छा हूँ डॉक्टर. Where are the files? Where are the files? Fine. Oh, thank you. Breathe. Right. अभी तो कुछ प्रॉब्लम नहीं है. हाँ सर. अगर इसी तरह बना रहे तो 2 ही दिन में डिस्चार्ज हो जाएगा. ओके बाय. हाँ आयशा बेगम अस्सलाम वालेकुम. സർ, ഇവനെങ്ങനെ? ഹരിയാണെന്നേ തോന്നുന്നു. ഈ ഒരു തവണ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മടക്കി അയക്കണം. ഇനി ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കാം. ಸರ್, ಯೆಸ್. ಡಾಕ್ಟರ್ ವರ್ಮಾ ಅವ್ರು ಬರೋದಕ್ಕೆ ಹೇಳಿದ್ದಾರೆ. ಯಾಕೆ ಏನಾಯಿತು? ಸರ್, ಅರ್ಲಿ ಮಾರ್ನಿಂಗ್ ಸರ್ಜರಿ ಸ್ಟಾರ್ಟ್ ಆಯಿತು. T3/18 ಕೇಸು. ಅದು ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ ಅಲ್ವಾ? ಎಸ್ ಸರ್. ಅವ್ರನ್ನ ಹೆಸರು ಅನಸೂಯ ಹೆಗ್ಡೆ ರೈಟ್? ಹೌದು ಸರ್. My goodness. Who asked you to put her on the operation table? Who? ഡോക്ടർ വർമ്മ. Goodness me. ഹാർട്ടിൽ അരിത്തിമേ ഞാൻ സസ്പെക്ട് ചെയ്തിരുന്നു. PVC ആണെന്ന് തോന്നുന്നു. Come quick. You are the pacemaker with you? ಎಸ್ ಡಾಕ್ಟರ್. Okay. Get it. And Yes, sir. You better speak to our HR manager. I need to speak to Dr. Prema. Where is she? She is in the operation theatre, sir. She is attending a child. Who is she assisting? Dr. Hari. Okay. Who did you say is with her? Dr. Hari Narayan, our senior surgeon. You dare to say that a surgery is going on? Yes, sir. A major one. Sir, if it's anything urgent, we can use the intercom. ನನಗೆ ಡಾಕ್ಟರ್ ವರ್ಮಾ ನೋಡಬೇಕು. ಅಲ್ಲಿ ಹೋಗಕ್ಕೆ ಪರ್ಮಿಷನ್ ಇಲ್ಲ. ಇದು ಒಂದು ಪೊಲೀಸ್ ಮ್ಯಾಟ್ರು. ಇಟ್ಸ್ ವೆರಿ ಸೀರಿಯಸ್. ಅದು ನನಗೆ ಗೊತ್ತಿಲ್ಲ. ನಾವು ಒಳಗೆ ಯಾರನ್ನೂ ಅಲೋ ಮಾಡಲ್ಲ ಸರ್. ಸರ್, ಸ್ವಲ್ಪ ಹೊತ್ತು ಡಾಕ್ಟರ್ ವರ್ಮಾ ಅವ್ರ ರೂಮಲ್ಲಿ ವೆಯ್ಟ್ ಮಾಡಿ. എന്താ പ്രശ്നം? സർജറി എന്തായി? കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഷീ ഈസ് സേഫ് നൗ. ഡോക്ടർ ഹരി? ആ, ഡോക്ടർ ഹരി വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. Hey, what's happening? താൻ ഇതുവരെ സർജറി ഒന്നും കണ്ടിട്ടില്ലേ? യു ആർ ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് ദിസ്. I understand. Dr. Kuruvula used to say that a good surgeon is like a good musician. He improvises right on the stage. You know, stage. Yes? Thank you. Thank you. Where was I? You know, it comes from... I was doing this operation and I suddenly realized that it was conduction defect. You know conduction defect, huh? Abnormal fibers conducting the cardiac muscle.
WPW syndrome. Yes. And surgical ablation is precisely what I did. All said and done. ആ കുട്ടിക്ക് വിധിയുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഡാ, അച്ഛനോ? നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്നോ? അമ്മയ്ക്ക് എന്ത് പറ്റി? ഇല്ല, ഒന്നുമില്ല, ചെറിയൊരു തലകറക്കം. പോയി നോക്കിയിട്ട് വാ. എനിക്ക് ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകണം. ബട്ട് യു ആർ ഡ്രസ് ലൈക്ക് ദിസ്, ഒരു അറ്റ്ലീസ്റ്റ് എ ബ്ലേസർ. നീ പോയാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഒന്ന് പോ. ഓക്കെ ഓക്കെ. സർ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു മേജർ ക്രൈമാണ്. എന്താ ക്രൈം? ഒരു ഡോക്ടർ സർജറി നടത്തുന്നതിൽ വാട്ട് ഈസ് ദ ക്രൈം? രവി ഈസ് നോട്ട് എ ഡോക്ടർ. മരിച്ചത് രവിയാണ്, ഹരിയല്ല. ലുക്ക്, തനിക്ക് നിയമം അറിഞ്ഞൂടെ? നിയമപ്രകാരം ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ച ഒരാളെ അടയാളം കാട്ടേണ്ടത് അയാളുടെ ബന്ധുക്കളാണ്. മറ്റുള്ള എല്ലാ രേഖകളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് മാത്രമാണ്. അവൻ രവിയാണോ അല്ല ഹരിയാണോ എന്ന അടയാളം കാട്ടേണ്ടത് ഞാനും അവൻ്റെ അമ്മയുമാണ്. അവൻ ഹരിയാണ്. ഇപ്പൊ അവൻ സ്വയം അല്ലെന്ന് പറഞ്ഞാൽ പോലും അതിന് നിയമസാധുതയില്ല. അതൊരു മനോരോഗമാണെന്നേ കോർട്ട് പറയുകയുള്ളൂ. മനസ്സിലായോ? ഞാനിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരെയാണ്, ഒരു മനോരോഗിയെയും ഒരു ക്രിമിനലിനെയും. എക്സാക്ട്ലി. നൗ ഗെറ്റ് ലോസ്റ്റ്. എനിക്കത് തെളിയിക്കാൻ പറ്റും. തെളിയിച്ചോ? മരിച്ചത് രവിയല്ല ഡോക്ടർ ഹരിയാണെന്ന് തെളിയിക്കാൻ രണ്ട് രേഖകളേ ഉള്ളൂ. ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഗോ ആൻഡ് സീ വാട്ട് ഈസ് റിട്ടൺ ദേർ. ലിസൺ, അതല്ലാതെ പിന്നെയുള്ളത് ഫിംഗർ പ്രിന്റ്സും അതുപോലുള്ള ചില്ലറ അടയാളങ്ങളും. അത് മുഴുവൻ ഇരിക്കുന്നത് അവൻ വർക്ക് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിലാണ്. ഇതും എന്റെ സ്ഥാപനമാണ്. പിന്നെ ഒരു റെക്കോർഡേ ഉള്ളൂ, അത് തന്റെ ഡിപ്പാർട്ട്മെന്റിലാണ്. ആക്സിഡന്റിന്റെ രേഖകൾ. അത് മുഴുവൻ വരിക്ക് വരി മാറ്റി എഴുതാൻ എന്ത് ചെലവായെന്ന് യു ക്യാൻ ആസ്ക് മീ. വേറെ വല്ലതും കിട്ടുമോ നോക്ക്. കിട്ടിയ കോർട്ട് ചെന്ന് ഒരു വാറണ്ട് മേടിക്കുക. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന്റെ പേരിൽ ഒരു കോർട്ടും വാറണ്ട് തരില്ല. തന്നാൽ എന്നെ അവനെയും കൂട്ടിക്കൊണ്ടു പോ. ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? തൻ്റെ അബോധ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തെടുത്തിട്ടാണ് രവി ഹരിയായി മാറിയത്. ആസ് എ മാറ്റർ ഓഫ് സർവൈവൽ. ഹരിയെ അത്രയധികം സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഹരിയായിട്ട് മാറാൻ രവിക്ക് സാധിച്ചത്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. എന്തായിരുന്നു അയാളുടെ പ്രോബ്ലം? റീനൽ ആർട്ടറിയുടെ ഒരു സർജിക്കൽ റീവാസ്കുലറൈസേഷൻ. സയന്റിഫിക്കലി തലച്ചോറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഡോപ്പമൈൻ എന്നുള്ളൊരു കെമിക്കലുണ്ട്. നമ്മളുടെ തലയ്ക്കുള്ളിലെ ഡോപ്പമൈനേക്കാളും 3 ഇരട്ടി ഉണ്ടാവും രവിയുടെ ബ്രെയിനിൽ. ഹരി എവിടേക്കോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കണക്ട് ചെയ്തുകൊണ്ട് രവി ഹരി ആവുന്നത് ആ ബ്രെയിൻ പവറുണ്ട്. വിൽ ഷോ യു. ദിസ് റെഡ് ഏരിയ, ദിസ് റെപ്രസെൻറ്റ്സ് ഡോപ്പമൈൻ ആക്ടിവിറ്റി. ഒരാളെ ആന ഓടിച്ചാൽ അയാൾ 3 ഇരട്ടി വേഗത്തിൽ ഓടില്ലേ? അതാണ് ഈ ബ്രെയിനിൽ ഇപ്പം നടക്കുന്നത്. ഇങ്ങനെ എത്ര നാള്? ആനയെ പേടിച്ചോടുന്ന ഒരാൾക്ക് ഒരുപാട് ദൂരം ഓടാൻ പറ്റില്ലല്ലോ. രവിയുടെ ഉള്ളിൽ അയാളുടെ സ്വന്തം വ്യക്തിത്വം വിങ്ങിക്കൊണ്ടിരിക്കുക. അത് പുറത്തു വരാൻ തുടിക്കുന്നുണ്ട്. അതാണ് ബ്രെയിനിൽ ഇത്രയും ആക്ടിവിറ്റി നടക്കുന്നത്. ബൈ ദ വേ, വെർ ഈസ് ഹി നൗ?